ഹലോ മൈ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് പാക്കിങ്ങും വിത്ത് എ ബിസി ഡേ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ജൂൺ 2 സ്കൂൾ തുറക്കുന്ന അന്ന് മോന് രാവിലെ തന്നെ വേഗം തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്കൂളിൽ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. തൊപ്പി മറന്നു വന്നതിന് വേഗം തലയിലെടുത്ത് വെച്ചതാണ്. അവിടെ തൊപ്പി ഇടണം, രാവിലെ മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്, നാസ്തിയായിട്ട് ദോശയും പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയത് കുട്ടിക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ എണീച്ചൊക്കെ ഐജിക്ക് എന്നാ വേണ്ടേ? ബ്രെഡ് വേണോ? ബ്രെഡ് ബിസ്ക്കറ്റ് വേണോ? എൻ്റെ ഇളയ മോന് ഹൈസിന് രാവിലെ തന്നെ എണീറ്റ് വന്നതിന് സാധാരണ കരഞ്ഞുകൊണ്ടാണ് വരുത്ത്. പക്ഷെ ഇന്ന് വിചാരിച്ചിട്ടുണ്ടാവും നല്ല ദിവസമായിട്ട് സ്കൂൾ ഫസ്റ്റ് ദിവസമല്ലേ, ബട്ട് കാര്യമൊന്നും ചെയ്യാണ്ട് നല്ല മൂഡിലാണ് അവന് വന്നത്. മോള് നാസ്തിയെല്ലാം കഴിച്ച്, മോന് പിന്നെ ഫ്രഞ്ച് ടോസ്റ്റാണ് കഴിച്ചത്. പിന്നെ അവർ വേഗം തന്നെ റെഡിയായി. സാധാരണ ദിവസങ്ങളിൽ എപ്പോഴും കുട്ടികൾ റെഡിയാവാൻ ലേറ്റ് ആവുകയാണ് ചെയ്യാറ്. ഇന്ന് നേരത്തെ തന്നെ റെഡിയായിന്. പിന്നെ സ്കൂൾ വെഹിക്കിൾ 7:50 അങ്ങനെ ആകുമ്പോഴേക്ക് വരും. പിന്നെ ഇന്ന് നോക്കുമ്പോൾ ഇവർ നേരത്തെ റെഡി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്കൂൾ വെഹിക്കിൾ 8 മണിയെല്ലാം കഴിഞ്ഞിന്. പിന്നെ ഫസ്റ്റ് ഡേ അല്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് തലേന്ന് എന്തായാലും പിന്നെ കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ റെഡി ആയിട്ട് ഇങ്ങനെ ബസ്സിന് വേണ്ടി കാക്കുകയാണ്. ബസ്സല്ല, ചെറിയൊരു വാനാണേ. കുട്ടികൾ റെഡി ആയപ്പോൾ ബസ് കുറച്ച് ലേറ്റ് ആയി തോന്നും. ഇന്നങ്ങനെ മഴയൊന്നും ഇല്ലേനു, അതുകൊണ്ട് തന്നെ അതൊന്ന് ചെറിയൊരു ചൂടുണ്ട്. മോന് ചൂടെടുത്തിട്ട് ഭയങ്കര വേർപ്പാണ്. എൻ്റെ വേർത്തൊലിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനധികം ടീഷർട്ട് ഇട്ട് കൊടുക്കില്ല. ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ വേഗം തന്നെ അയച്ചാളി, അങ്ങനെ വേർത്തൊലിച്ചിട്ടുണ്ടാവും. കുറേ ദിവസം കൂടിയിട്ട് പിന്നെ ഇത്താത്തയും ഇക്കാക്കയെല്ലാം ഇങ്ങനെ ഒരുങ്ങുന്ന കണ്ടിട്ട് ഹൈജിന് ഭയങ്കര അത്ഭുതം. ഹൈജിനിങ്ങനെ നോക്കി നിൽക്കുകയാണ് മോന് സോക്സ് എല്ലാം ഇടുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുട്ടികൾ നല്ല ഹാപ്പി മൂഡിലുള്ളത്. എല്ലാവരെയും ഫ്രണ്ട്സിനെല്ലാം കുറേ കാലം കൂടിയിട്ട് കാണാമല്ലോ. പിന്നെ റെയ്ഹാൻ്റെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ലേനു. പിന്നെ പെരുന്നാൾ തിരക്കല്ല, അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ പെരുന്നാളിനെ കഴിഞ്ഞിട്ടേ തരാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എവിടെയും എടുക്കുന്നില്ല, ഞാൻ അങ്ങ് കൊടുത്ത്. അപ്പോൾ 7-ാം തീയതി അങ്ങനെ ഞാനിപ്പോൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുള്ളൂ. അപ്പോൾ യൂണിഫോം പഴയ തന്നെയാണ് റെയ്ഹാൻ ഇട്ടത്. അപ്പോഴേക്ക് ബസ് വന്ന്, അപ്പോഴേക്ക് സ്കൂൾ വെഹിക്കിൾ വന്ന്. അപ്പോൾ കുട്ടികൾ വേഗം തന്നെ ടാറ്റയും പറഞ്ഞ് പോയി. അതിനുശേഷം ഞാൻ ഹൈസിനെ കൊണ്ടുപോയിട്ട് ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ കുറച്ച് അത്യാവശ്യം പണികളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വേഗം തന്നെ തീർത്തിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോയി. എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും ഉമ്മയും ഹൈസിൻ്റെ വാക്സിൻ കൊടുക്കാനായിരുന്നു, MMR കൊടുക്കാൻ. അത് സാധാരണ ഞാനല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊടുക്കൽ, നമ്മളിവിടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന്. അപ്പോൾ ഇപ്രാവശ്യം അവർ പറഞ്ഞ് MMR ഇല്ല, MR ഉള്ളൂ. അപ്പോൾ MMR വെക്കുന്നതാണ് നല്ലത്, അത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, MR വേണേൽ അത് തരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വെക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇതാ നല്ലതെന്ന് പറഞ്ഞാൽ MMR തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പുറത്ത് പോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെലി ഹോസ്പിറ്റലിൽ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ടെലി ഹോസ്പിറ്റലിലേക്ക് ഞാനും ഉമ്മയും ഹൈജിനും കൂടെ പോവാണ്. ഹൈജിന് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഓട്ടോയിൽ ഇരിക്കാൻ ഇഷ്ടം, ഓട്ടോയിൽ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കാൻ ഇഷ്ടം. ഒരു സീറ്റിൽ ഒറ്റക്കടെ ഇരിക്കും. പിന്നെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പിടുമ്പോൾ തന്നെ അവൻ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങിക്കോളും. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ ഡോക്ടറെല്ലാം കാണിച്ച് ഇന്ന് പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ടാന്ന് തോന്നുന്നു ഒട്ടും തിരക്കില്ലേനു. സാധാരണ നല്ല തിരക്കുള്ളൊരു ഡോക്ടറാണത്. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് NIC MMR വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. മോന് നല്ല സന്തോഷത്തിലാണ്, കവർ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. 1.5 വയസ്സിൻ്റെ വാക്സിനാണ് ഇപ്പോൾ വെക്കുന്നത്. ഇപ്പോൾ സൂചി വെക്കല്ലോ എന്നുള്ളതൊന്നും അവൻ അറിയില്ല. NICൻ്റെ മുന്നിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി തന്നെയാണ് അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ ഹൈജീനിങ് കൊണ്ട് ഞാൻ പിന്നെ അവന് പ്രസവിച്ച സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് കുറച്ച് ദിവസം നമ്മൾ NICയിൽ അവനെ കിടത്തിന്. പിന്നെ അതിന് ശേഷം നമ്മൾ ചായ കുടിച്ച്, അവനിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് ചായയെല്ലാം എന്തെങ്കിലും സ്നാക്സ് ഞാൻ വേഫേഴ്സ് വാങ്ങിച്ചു കൊടുത്ത്. ഞാനും ഉമ്മയും ചായക്കടിയിലും കഴിച്ചതിന് ശേഷം വേഗം വീട്ടിലേക്ക് വിട്ട്. കുട്ടികളോട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്തുനിന്നപ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നതിന്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുട്ടികളെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയി. റെയ്ഹാന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം. അതുകൊണ്ട് പെരുന്നാക്കത്തെ ഡ്രസ്സാ മമ്മക്കും എടുക്ക, എഴുതി മമ്മൂനും എടുക്ക്. സുഖമല്ലേ, വരുന്നില്ല വെച്ചിട്ട് വരാനാ ഇവിടെ വെക്കുന്ന വരെ. വാ വാ വാ
നടക്ക്. റെയ്ഹാന് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മക്കളെല്ലാം കൂടിയിട്ട് പിന്നെ നടന്നിട്ടാണ് പോകുന്നത്, അടുത്ത് തന്നെയാണല്ലോ. പിന്നെ കുറേ നോക്കിയിട്ടാണ് അവസാനം ഒരു പാൻറ് ഒന്ന് ഒത്ത്. വലുതല്ലേ? വലുതല്ലാണ്. ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ പള്ളൂർ പോയിട്ട് പിന്നെ ഷവർമ്മക്ക് ഓർഡർ ചെയ്ത്, കുട്ടിക്ക് ഷവർമ്മ വേണമെന്ന് ഓർക്കാനും. പിന്നെ ഷവർമ്മ വാങ്ങിച്ച് പിന്നെ നിശ്വ കുറച്ച് പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം വാങ്ങണമെന്ന് ഓർക്കാനും, അതെല്ലാം വാങ്ങിച്ച്. എവിടെയെങ്കിലും പുറത്ത് പോയാൽ എൻ്റെ ഹൈജീന് ചെറിയ മോന് താഴെ ഇറങ്ങിയില്ല, എൻ്റെ കൈമ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു മുട്ടയെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ താഴെ ഇറക്കി. അപ്പോൾ അവിടെ അടങ്ങിയിട്ട് നിന്ന് പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ വേഗം നമ്മൾ ഷവർമ്മയും വാങ്ങിച്ച് ഞങ്ങൾ നേരെ പെരയിലേക്ക് വിട്ട്. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. പിന്നെ മയമായി. പിന്നെ എനിക്ക് ഭയങ്കര ഹൈജീൻ എടുത്തിട്ട് എൻ്റെ കൈവേദന എടുക്കുന്നത്, നടുവേദന എടുക്കുന്നത്. പിന്നെ ഞാൻ വേഗം പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഷവർമ്മക്ക് കാത്തു നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിക്ക്. അവിടെ നല്ല തിരക്കാണ്. 6 MM അവിടെ നിന്ന് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റുള്ള ഷവർമ്മയാണ്. ഹൈജീന് ചോക്ലേറ്റ് തിന്ന് കഴിഞ്ഞിട്ട് ആ കവർ തരുന്നില്ല, കവർ ഇങ്ങനെ വായിലിട്ട് കളിക്കുകയാണ്. പിന്നെ ഡ്രസ്സിലെല്ലാം ആക്കുകയും ചെയ്ത്. പിന്നെ നമ്മളെല്ലാവരും വീട്ടിലെത്തിയതിന് ശേഷം വേഗം ഷവർമ്മ കഴിച്ച്. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നുണ്ടായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവർമ്മ. അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം പിന്നെ ഈ ഷവർമ്മയും ബർഗറും അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെല്ലാം സാധാ ഭക്ഷണത്തിനോടായിരുന്നു ഇഷ്ടം കുറവ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ സമാധാനം. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നല്ലോ, 2 മാസത്തെ അവധിയെല്ലാം കഴിഞ്ഞ് കുട്ടികൾ പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. എല്ലാവരും ബിസിയായി. വീട്ടിലുള്ള അമ്മമാരും എല്ലാം ബിസിയായി. പിന്നെയെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തിരക്കായല്ലോ, പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കണം. പിന്നെ ഹൈജീനും റെയ്ഹാനും ഡ്രസ്സ് എടുത്ത്, പിന്നെ എനിക്കും മോൾക്കും ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുണ്ട്. അതൊരു ദിവസം പോയിട്ട് എടുക്കണം. പിന്നെ ഇന്ന് നമ്മൾ പുറത്ത് വരെ വാങ്ങിച്ച സ്റ്റേഷനറി ഐറ്റംസ് ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വേണമെന്ന് നൈഷ്വ കുറേ ദിവസമായി പറയുന്നു. അങ്ങനെ അവൾ വാങ്ങിച്ചതാണ്. ഒന്നുമില്ല, പെൻസിലും പെന്നും അതെല്ലാം തന്നെയാണ്, പക്ഷേ നല്ല കാണാൻ ഭംഗിയില്ല. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലുള്ള പിന്നെ ഇറേസർ, പെൻസിൽ, റബ്ബർ, പെന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ അതുപോലെ ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക്